ആധുനിക മനഃശാസ്ത്രവും പിന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കലാരൂപവും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കഥകളിയുടെ വർണ്ണങ്ങൾ നിറഞ്ഞ ലോകത്തുനിന്ന് സൈക്യാട്രിയുടെ ശാസ്ത്രീയ പഠനങ്ങളിലേക്ക് നമ്മൾ ഒരുമിച്ച് നടത്തുന്ന ഒരു യാത്രയാണിത്. വാ, നമുക്ക് തുടങ്ങാം. അപ്പോ എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒരു കഥകളി നടന്റെ മുഖത്തെഴുത്തിന് നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ? കേൾക്കുമ്പോൾ ഇതൊരു ഭ്രാന്തൻ ചിന്തയായി തോന്നാമല്ലേ? പക്ഷേ ഇതിന്റെ ഉത്തരം നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. വാ, നമുക്കിതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ കാലെടുത്ത് വയ്ക്കുന്നത് കഥകളിയുടെ ലോകത്തേക്കാണ്. ദേവന്മാരും അസുരന്മാരും ഒരുപോലെ അരങ്ങത്ത് വന്നാടുന്ന ഒരിടം. കേരളത്തിന്റെ സ്വന്തം ഈ ക്ലാസിക്കൽ കലാരൂപം നമ്മൾ വിചാരിക്കുന്നതിലുമപ്പുറം വെറുമൊരു നൃത്തനാടകം മാത്രമല്ല. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ കഥയും കളിയും ചേർന്നതാണ് കഥകളി. 17-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ രൂപം കൊണ്ട ഈ കല ഡയലോഗുകളൊന്നുമില്ലാതെ സംഗീതം, മുദ്രകൾ, പിന്നെ ആരെയും ആകർഷിക്കുന്ന ആ മുഖത്തെഴുത്ത്, ഇതൊക്കെ ഉപയോഗിച്ചാണ് പുരാണ കഥകൾക്ക് ജീവൻ കൊടുക്കുന്നത്. കഥകളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മുഖത്തെഴുത്ത്. ഇത് വെറുമൊരു അലങ്കാരമല്ല, മറിച്ച് ഓരോ കഥാപാത്രത്തിന്റെയും ഉള്ളിലിരിപ്പ് എന്താണെന്ന് വെളിപ്പെടുത്തുന്ന ഒരുതരം രഹസ്യ കോഡാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പച്ചനിറമില്ലേ, അത് രാമനെപ്പോലുള്ള നല്ലവരായ ധീരരായ നായകന്മാരെയാണ് കാണിക്കുന്നത്. പക്ഷേ അതേ പച്ചയുടെ കൂടെ ഒരു ചുവപ്പ് വര കൂടി വന്നാൽ അത് കത്തിവേഷമായി. രാവണനെപ്പോലെ കുറച്ച് അഹങ്കാരമൊക്കെയുള്ള രാജാക്കന്മാരെയാണത് കാണിക്കുന്നത്. ഇതുപോലെ ഓരോ നിറത്തിനും ഓരോ സ്വഭാവമുണ്ട്. അപ്പോൾ ഇവിടെയാണ് ശരിക്കുമുള്ള ട്വിസ്റ്റ്. ഈ നിറങ്ങൾ വെറുതെ നല്ലത് ചീത്ത എന്ന് വേർതിരിക്കാൻ വേണ്ടി മാത്രമല്ല, ഇതിന് പിന്നിൽ മനുഷ്യന്റെ വ്യക്തിത്വത്തെ വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പുരാതന ദാർശനിക വ്യവസ്ഥ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ഒരു സിസ്റ്റമാണ് സാംഖ്യയോഗ ദർശനത്തിലെ ത്രിഗുണ സിദ്ധാന്തം, അതായത് പ്രകൃതിയുടെ 3 സൂക്ഷ്മ സ്വഭാവങ്ങൾ. സത്യത്തിൽ കഥകളിയിലെ ഈ മുഖത്തെഴുത്തെല്ലാം ഈ ഒരു ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ 3 ഗുണങ്ങളിൽ ആദ്യത്തേതാണ് സത്വം. സിമ്പിളായി പറഞ്ഞാൽ നന്മയുടെ ഗുണം. പരിശുദ്ധി, ശാന്തത, സന്തോഷം, ആത്മനിയന്ത്രണം, ഇതെല്ലാമാണ് സത്വഗുണം. ഓർമ്മയില്ലേ, കഥകളിയിലെ പച്ചവേഷം, അത് ഈ സത്വഗുണത്തിന്റെ പ്രതീകമാണ്. അടുത്തതാണ് രജസ്, അതായത് പ്രവർത്തനത്തിന്റെ ഗുണം. അടങ്ങാത്ത ആവേശം, ഭയങ്കരമായ ഊർജ്ജസ്വലത, ആഗ്രഹങ്ങൾ, ഇതെല്ലാമാണ് രജസ്. കഥകളിലെ ആ കത്തിവേഷത്തിലെ ചുവപ്പ് നിറവില്ലേ, അത് പ്രതിനിധീകരിക്കുന്നത് ഈ അടങ്ങാത്ത ഊർജ്ജത്തെയാണ്. അവസാനമായി വരുന്നത് തമസ്സാണ്. ഇതിനെ ജഡത്വത്തിന്റെ ഗുണം എന്നു പറയാം. അന്ധകാരം, അലസത, ഒന്നിനോടും താൽപ്പര്യമില്ലായ്മ, പിൻവാങ്ങൽ, അങ്ങനെയുള്ള സ്വഭാവങ്ങൾ. കഥകളിയിലെ കരി, ചുവന്ന താടി തുടങ്ങിയ വേഷങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് ഈ തമോ ഗുണത്തെയാണ്. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്: വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഈയൊരു പുരാതന മാപ്പ് വെറും അരങ്ങിനു വേണ്ടി മാത്രമുള്ളതല്ലെങ്കിലോ? ഇതിനെ ആധുനിക ശാസ്ത്രത്തിൽ പ്രയോഗിക്കാൻ കഴിഞ്ഞാലോ? ഇതാണ് നമ്മളെ ഇന്നത്തെ വിശകലനത്തിന്റെ കാതലായ ഭാഗത്തേക്ക് എത്തിക്കുന്നത്. ഈ ഒരു ചിന്തയ്ക്ക് ശാസ്ത്രീയമായ ഒരു അടിത്തറയുണ്ടോ എന്ന് ചിലർ അന്വേഷിച്ചു. 2023-ൽ ഇന്ത്യയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ്, അതായത് നിംഹാൻസ്, കൃത്യമായി ഇത് തന്നെയാണ് ചെയ്തത്. അവർ ഈ ത്രിഗുണ സിദ്ധാന്തത്തെ ഒരു ലബോറട്ടറിയിൽ പരിശോധിക്കാൻ തീരുമാനിച്ചു. അതിന് അവർ ചെയ്തത് ഇതാണ്: വേദിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി എന്ന ഒരു ചോദ്യാവലി ഉപയോഗിച്ച് മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു കൂട്ടം ആളുകളിലും പിന്നെ പൂർണ്ണ ആരോഗ്യവാന്മാരായ മറ്റൊരു കൂട്ടം ആളുകളിലും ഈ 3 ഗുണങ്ങളുടെയും അളവ് എത്രത്തോളം ഉണ്ടെന്ന് അവർ താരതമ്യം ചെയ്തു നോക്കി. അവരുടെ ആദ്യത്തെ കണ്ടെത്തൽ തന്നെ വളരെ നിർണായകമായിരുന്നു. പൂർണ്ണ ആരോഗ്യവാന്മാരായ ആളുകളിൽ സത്വഗുണം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ നന്മയുടെ ഗുണം, വളരെ ഉയർന്ന അളവിൽ കാണപ്പെട്ടു. എന്നാൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരിൽ ഈ ഗുണം വളരെ കുറവായിരുന്നു. പക്ഷേ കഥ അവിടെ തീർന്നില്ല. പഠനം കുറച്ചുകൂടി ആഴത്തിലേക്ക് പോയപ്പോൾ അവർ അതിലും കൗതുകകരമായൊരു കാര്യം കണ്ടെത്തി. ഓരോ മാനസികാരോഗ്യ അവസ്ഥയ്ക്കും അതിൻ്റേതായ ഒരു ത്രിഗുണ വിരലടയാളം അഥവാ ഒരു പ്രത്യേക കോമ്പിനേഷനുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഈ പട്ടിക ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഓരോ രോഗാവസ്ഥയ്ക്കും ഗുണങ്ങളുടെ ഒരു പ്രത്യേക മിശ്രിതമുണ്ട്. ഉദാഹരണത്തിന്, ഉത്കണ്ഠയും OCDയുമുള്ളവരിൽ നന്മയും സത്വവും പ്രവർത്തനവും രജസും കൂടുതലാണ്, പക്ഷേ ജഡത്വം തമസ് കുറവാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ഇത് ശരിയല്ലേ? മനസ്സിലടങ്ങാത്ത ചിന്തകളും അടങ്ങിയിരിക്കാൻ പറ്റാത്ത പ്രവൃത്തികളും ആ കൂടിയ പ്രവർത്തനത്തെയാണ് കാണിക്കുന്നത്. എന്നാൽ വിഷാദരോഗത്തിലേക്ക് വരുമ്പോൾ അവിടെ നന്മയും സത്വവും ജഡത്വവുമാണ് തമസ് മുന്നിട്ട് നിൽക്കുന്നത്. പ്രവർത്തനത്തിനുള്ള ഊർജ്ജം രജസ് കുറയുന്നു. ഒന്നിനുമൊരു താൽപ്പര്യമില്ലാതെ ഒതുങ്ങിക്കൂടാനുള്ള പ്രവണത ഈ ജഡത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി സ്കിസോഫ്രീനിയെപ്പോലുള്ള അവസ്ഥകളിലാണെങ്കിൽ ജഡത്വവും പ്രവർത്തനവും ഒരുമിച്ചു കൂടുന്നു, പക്ഷെ നന്മയുടെ ഗുണം കുറയുകയും ചെയ്യുന്നു.
ഇത് ചിന്തകളിലെ കുഴപ്പങ്ങളെയും യാഥാർത്ഥ്യബോധം നഷ്ടപ്പെടുന്നതിനെ വിശദീകരിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഒന്നാലോചിച്ചു നോക്കൂ, ഇതെത്ര അതിശയിപ്പിക്കുന്ന കാര്യമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ടൊരു ദാർശനിക സിദ്ധാന്തത്തിന് ഇന്നത്തെ ആധുനിക മനഃശാസ്ത്രപരമായ അവസ്ഥകളെ ഇത്ര കൃത്യതയോടെ വിശദീകരിക്കാൻ കഴിയുന്നു. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്തു പ്രയോജനമാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ കേട്ടോളൂ. ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ഭാവി എന്തായിരിക്കുമെന്ന് പ്രവചിക്കാൻ ഒരുപക്ഷേ ഇത് സഹായിച്ചേക്കാം. പുതിയതരം സൈക്കോതെറാപ്പികൾ വികസിപ്പിക്കാനും ഓരോരുത്തർക്കും വേണ്ട ജീവിതശൈലി നിർദ്ദേശിക്കാനും ഈ പുരാതന അറിവ് ഒരു പുതിയ വഴി തുറന്നു തരികയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയ അതേ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. ഒരുപക്ഷെ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തിനുള്ള ഉത്തരങ്ങൾ അതിന്റെ ഭാവി ലോകത്തല്ല, മറിച്ച് പുരാതനമായ ഭൂതകാലത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഈ വിശകലനം ഇവിടെ നിർത്തുന്നു.